പുള്ളിക്കാരൻ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് വേണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? സാറിന്റെ വീട്ടില് CCTV ഉണ്ടല്ലോ, എനിക്ക് അതിന്റെ ഫുട്ടേജ് ഒന്ന് കാണിച്ചു തരുമോ? CCTV ഫുട്ടേജ് കാണിച്ചു തരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ കേസും കോടതിയൊക്കെ ആയിട്ട് എന്നെ അതിലേക്ക് വലിച്ചഴിക്കരുത്. എനിക്കതിനോട്ട് സമയമില്ല. അതാ. അയ്യോ ഇല്ല സർ, എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. എങ്കിൽ അകത്തേക്ക് വാ, ഞാൻ കാറൊന്ന് എടുത്തിട്ടോട്ടെ. ശരി. കുട്ടി പറഞ്ഞ സമയത്തുള്ള ഫുട്ടേജ് ഇതാ, നോക്കിക്കോളൂ. സർ അതൊന്ന് പോസ് ചെയ്യാമോ? സർ ഇനി ഒന്ന് സൂം ചെയ്ത് കാണിക്കാമോ? ആ നോക്കട്ടെ. സർ ആ പിടിച്ചിരിക്കുന്ന കൈ ഒന്ന് സൂം ചെയ്യാൻ പറ്റുമോ? ആ ചെയ്യാം. കയ്യിലുള്ള ഈ സർപ്പത്തിന്റെ ടാറ്റു. സർ ഒരു ഉപകാരം കൂടി ചെയ്യാമോ? എന്താ? ഈ ഫുട്ടേജ് എനിക്ക് എന്റെ ഫോണിലേക്ക് ഒന്ന് കോപ്പി ചെയ്ത് തരൂ. ആ കോപ്പി ചെയ്ത് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കുട്ടിക്ക് ഓർമ്മയുണ്ടല്ലോ, എനിക്കിതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയേക്കരുത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സർ. സാറിന് ഞാൻ ഇതിലേക്ക് വലിച്ചെടുക്കില്ല, പ്ലീസ്. ശരി, ഞാൻ നോക്കാം. ദാ സർ ഫോൺ. ആ തൂത്തുക്കുടിയിലെ പരിപാടി അല്പം ടാസ്ക് ആണ്. എന്നാലും എമൗണ്ട് കൂടുതലാ. നമുക്കങ്ങ് ഏറ്റാലോ മച്ചാ. ഞാൻ ഇപ്പൊ വിളിക്കേ. ഇവനിത് എവിടെ എടുത്തോണ്ട് പോയതാ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് സാറിന് അപ്പം തന്നെ 1 2 രൂപ പോകണം, അല്ലെങ്കിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവനെ കൊണ്ട് തന്നെ എടുപ്പിച്ചൂടെ? എന്നിട്ട് വേണം ഈ തക്കത്തിന് അവൻ ഇറങ്ങി ഓടാൻ. ആവശ്യതയൊക്കെ അവൻ വെറുതെ അഭിനയിക്കുന്നതാ. ആഹാ, ആണോടാ ചക്കരെ? നീ അഭിനയിക്കുന്നതാണോ? ഭക്ഷണം തന്നതേ നീ ചാകാതിരിക്കാനാ. ചവിട്ടി നൊട്ടലൊടിച്ചോളെ ഞാൻ. നീ സാധനം എടുത്തായിരുന്നോ? 1 ലിറ്റർ എടുത്തണ്ണ, അതുപോലെ. ആ മതി, വാ. എടാ എന്റെ ഫോണവ എടുക്കാൻ പാതിൽ വെച്ചിട്ടുണ്ട്. കെട്ട് സ്ട്രോങ് ആണല്ലോ, അത് നടക്കുമെന്ന് തോന്നില്ല. ഇന്ന് രാത്രി ഇങ്ങനെ റൈറ്റ് ഇറക്കണമെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് കയ്യിലേക്കിട്ട് മുറുക്കിയിട്ടില്ല. മതി, അത് മതി. ഏത് നമ്പറിൽ നിന്നാണല്ലോ കോള്? ആരായിരിക്കും? ഹലോ ഹലോ ശിവാനി, ഞാനാ പ്രണവ. പ്രണവേ, പ്രണവ് ഇപ്പൊ എവിടെയാ? ഗൗതം പ്രണവിനെ അപായപ്പെടുത്തി കാണുന്ന പേടിയിലായിരുന്നു ഞാൻ. ഇപ്പോഴെനിക്ക് ആശ്വാസമായി. നീ ധൈര്യമായിട്ടിരിക്കും, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇതിപ്പോ ആരുടെ നമ്പറിൽ നിന്നാ വിളിക്കുന്നത്? എവിടെ ഇപ്പോ? എവിടെ നിൽക്കുന്നേ? ഗൗതമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ? രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. അതിലൊരു
ഗുണ്ടയുടെ ഫോണിൽ നിന്നാ ഞാൻ വിളിക്കുന്നത്. എന്നെ കെട്ടിയിട്ടിരിക്കുക ശിവാനി ഇവിടെ. ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വിളിക്കുന്നത്. കെട്ടൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വാ.